ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്ഹുൽ മുബീൻ ക്ലാസ് നമ്പർ 7. വഹബീബ്, ഹബീബ് എന്ന് പറഞ്ഞാൽ ഫഈൽ, അത് ഫഈൽ വസ്നാണ്. മിൻ അഹബ്ബഹു എന്നതെന്നാണ് ഹബീബിനെടുക്കുക. ഫഹുവ മുഹിബ്ബുൻ എന്ന് സുഫാരി വരും. അല്ലെങ്കിൽ ഹബീബിനെടുക്കല് അവ ഹബ്ബഹു യുഹിബ്ബുഹു എന്നുണ്ട്. ബി കെസിർ ഹായ്, ഹായിന് കെസിർ കൊടുത്തിട്ട് ഫഹുവ മഹബൂബൻ. അപ്പോ ഹബ്ബഹു യുഹിബ്ബു എന്നാണെങ്കിൽ മഹബൂബ് എന്നാവും ഹബീബിന്റെ അർത്ഥം. അഹബ്ബ എന്നതിൽ നിന്നാണ് എങ്കിൽ മുഹിബ് എന്ന ഇസ്മുഫായിൽ അർത്ഥത്തിനും വരാം, രണ്ടർത്ഥത്തിനും വരാം. പ്രിയമാക്കപ്പെട്ടവൻ, പ്രിയം വെക്കുന്ന ആൾ, രണ്ടർത്ഥം വെക്കാം. ഫൈലുവസനാണല്ലോ. പിന്നെ ഖലീലുഹു, ഖലീലുഹു എന്ന് പറയുന്നുണ്ട്. അല്ലാഹുല്ല ഖലീലുഹുല്ല, വണ്ണമായ ഖലീലിന്, അതും തന്നെ ഫഈൽ വസനാണ്. ബിമഅന മഖൂൽ ഐലൻ, ഹബീബിന് മഹബൂബ് എന്ന ഇസ്മുഫൂലിന്റെ അർത്ഥമുള്ളത് പോലെ ഇതിനും ഖലീൽ എന്ന അർത്ഥമുണ്ട്. ഇസ്മുഫൂലിന്റെ അർത്ഥമാണ് കൂട്ടുകാരാക്കപ്പെട്ടവൻ എന്നർത്ഥം. എന്തിൽ നിന്നാണ് ഖലീൽ എന്നതിനെ പിടിക്കപ്പെട്ടത്? ഇതിന് ഖല്ലത്തി, ഇതിൽ പത്ത് ഒത്തിരി വായിക്ക ഖല്ലത്ത്. ഖല്ലത്തിൽ നിന്നാണ് ഖലീൽ എന്ന് എടുക്കുമ്പോൾ ഖല്ലത്തിന്റെ അർത്ഥം എന്താ? വയൽ ഹാജത്തു, ആവശ്യം എന്നർത്ഥമുണ്ട്. അപ്പൊ ആവശ്യക്കാരെന്ന്, ആവശ്യമാക്കപ്പെട്ട ആൾ എന്നായി. വലുതാ ഇങ്ങനെ ഖല്ലത്തിൽ നിന്ന് ഹാജത്ത് എന്ന അർത്ഥം വരുന്ന ഖല്ലത്തിൽ നിന്ന് ഖലീലാകുമ്പോൾ അതുകൊണ്ടല്ലേ മുസിബ ബിഹ ഇബ്രാഹിമു അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഖലീൽ എന്ന്, ഹാജത്ത് എന്ന അർത്ഥം വരുന്ന ഖലീൽ വസ്തു പറയപ്പെട്ടത്. എപ്പോ ലമ്മ ഖസറ ഹാജത്തു അലാ റബ്ബിഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ആവശ്യം റബ്ബിന്റെ മേൽ അങ്ങ് ചുരുക്കി. എപ്പോഴാ ചുരുക്കിയത്? ഹീന ജാഅ ജിബ്രീലു അലാ നബിയിന വ അലൈഹിമ അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നു. വഹുവ, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്ദർഭം എന്താ? ഫിൽ മിൻജരീഖി ലിയുർമാ ബിഹി ഫിന്നാരി, നമ്രൂദിന്റെ കീഴിൽ അവിടെ എല്ലാവരും സമ്മേളിച്ച് വിറക് കത്തിച്ച് തീക്കുണ്ടാറുണ്ടാക്കിയിട്ടുണ്ട്. ആ തീക്കുണ്ടത്തിലേക്ക് കൊണ്ടയിടേണ്ട ഒരു പരിപാടിയാണ് എന്ത്? കവണയിൽ കല്ല് വെച്ച് എറിഞ്ഞത്, ഒരു കവണ രൂപം കൊട്ടയ്ക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ആ കൊട്ടയിലിട്ടിട്ട് അമ്പണ് തെറ്റിയ നേരെ പോയി വീഴും എവിടേക്ക്? നരകക്കുണ്ടിലേക്ക്. അങ്ങനെയുള്ളൊരു യുക്തി പറഞ്ഞു കൊടുത്ത ഇബ്ലീസ്. ആ മിഞ്ചനീക്കലായിരുന്നു ആരുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉള്ളത്. ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്. അപ്പൊ കാലം അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അലക ഹാജത്തുൻ ഫഖാല അമ്മാ ഇലൈക ഫലാ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഇബ്രാഹിമേ എന്ന ചോദ്യം ജിബ്രീലിന്റെ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി, നിങ്ങളിലേക്കോ? നിങ്ങളിലേക്ക് എനിക്ക് ആവശ്യമല്ല, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഈ അർത്ഥപ്രകാരമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഖലീൽ എന്ന് അവിടെ പേര് വെച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്കുള്ള ആവശ്യം ചുരുക്കി വെച്ചപ്പോ ആ ഒരു പേരിൽ അർത്ഥം വരുന്ന ഖലീൽ എന്ന് ചോദിച്ചു. ഖല്ലത്ത് എന്നാവുമ്പോ ഹുല്ലത്ത്, ഹുല്ലത്തിൽ നിന്ന് എന്താകാം? ഖലീലെ പിടിക്കാം. അങ്ങനെ ആകുമ്പോ വയ്യ തഖല്ലുലു മവദ്ദത്തിൻ ഫിൽ ഖൽബി ലാ തദഉ ഫീഹാ ഖലാഉൻ ഇല്ലാ മലഅതുഹു, ലാ തദഉ ഫീ ഖലാൻ ഇല്ലാ മലഅതുഹു. അപ്പോ മഹബ്ബത്ത് എന്നാകുമ്പോൾ അല്ല, ഖുല്ലത്ത് എന്നുള്ള ഖലീലിന്റെ അർത്ഥം എന്തായിരിക്കും? അപ്പൊ ഖുല്ലത്തിന്റെ അർത്ഥം വരിക സ്നേഹം. ഹൃദയത്തിലാകെ എന്തായി? രൂഢമൂലമാവുക എന്നാണ്. അപ്പൊ ഹൃദയത്തിൽ സ്നേഹം ഇടർച്ചയായി വരിക. ആ കൽബിൽ ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെയും അത് ഒഴിവാക്കൂല, നിറച്ചിട്ടല്ലാതെ. അപ്പൊ ഫുള്ളായിട്ട് ഹൃദയത്തിൽ മവദ്ദത്തുണ്ടായിത്തീരും. എന്തിന്? ലിമാ ഖാലഹു മിൻ അസ്റാറിൽ ഹൈബത്തി, ഹൈബത്തിന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിനോട് എന്തായി? കൂട്ടുകൂടി. മഖ്നൂനിൽ ഗുയൂബി വൽ മഅരിഫ, മഅരിഫത്ത് അദൃശ്യമായ കാര്യങ്ങൾക്ക് ഒളിക്കപ്പെട്ടത്, ഇത് മുഴുവൻ അതിലുള്ള രഹസ്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹൃദയമായി ചങ്ങാത്തം കെട്ടി.
അതുകൊണ്ട് തന്നെയാണ് അത് മുഴുവനും മവദ്ദത്തായി നടക്കുക എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ലിസ്തിഫായിഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് തെരഞ്ഞെടുത്തു. മിൻ ഐ യതുർകഹു നദറുല്ലി ഗൈരിഹി, മറ്റൊരാളിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നോട്ടം മുട്ടുക എന്നതിനെ തൊട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ വേറെ ഒരാളിലേക്ക് നോട്ടമേ ഇല്ല, അള്ളാഹുവിലേക്ക് മാത്രം. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തു. ഒമിൻ തമ്മ, മറ്റൊരാളിലേക്ക് നദർ വരൂല, ആ നദറില്ല തെരഞ്ഞെടുക്കുക എന്നതുകൊണ്ടല്ലേ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞു, ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖദ്തു അബൂബക്കറൻ ഖലീല, ഞാൻ റബ്ബിനെ ഒഴിച്ച് മറ്റൊരാളുമായുള്ള ചങ്ങാത്തമോ കൂട്ടുകാരനുമായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീലാക്കുമായിരുന്നേനെ. പക്ഷേ ആരിലേക്കും നോട്ടമില്ല, അള്ളാഹുവിലേക്കുള്ള മാത്രമേ ഉള്ളൂ നോട്ടം. അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഖലീലിനെ ഖുല്ലത്ത് ഖല്ലത്ത് എന്നിതൊക്കെ എടുക്കപ്പെട്ടതായിട്ടുള്ള ഫൈൽ വസനായിട്ട് ഇസ്മഹുവിന്റെ അർത്ഥപ്രകാരം വെക്കാം ചർച്ച ചെയ്തു. ഇനി ചർച്ച അങ്ങനെയല്ല. ഹബീബ് ഖലീൽ ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഹബീബും ഖലീലും രണ്ടും പറയുമ്പോൾ ഇതിൽ ഏതാണ് ഇപ്പൊ ഉന്നത സ്ഥാനമുള്ളത് അതറിയണല്ലോ. ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായത്തിലായി. അയ്യുമാ അർഫഅ്, ഈ ഹബീബ് ഖലീൽ ഇതിൽ ഏതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളത്? മഖാമുൽ മഹബ്ബത്തി അവിൽ ഖുല്ലത്തി, മഹബ്ബത്തിന്റെ മക്കാമാണോ ഖുല്ലത്തിന്റെ മക്കാമാണോ? ഇതിലിപ്പോ ഏതാണ് ഉയർന്നത് എന്നുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഫഖാല ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ചർച്ച ചെയ്തവർ പറഞ്ഞത് അൽ മഹബ്ബത്തു അർഫഉ, മഹബ്ബത്ത് പ്രേമം സ്നേഹം അതാണ് ഏറ്റവും ഉയർന്നത് എന്നാണ്. അതിന്റെ താഴ്ന്ന പടിയാണ് ഖുല്ലത്ത് എന്നതാണ്. എന്താണ് മഹബ്ബത്ത് അർഫ എന്ന് പറയാൻ കാരണം? ലി ഖബരിൽ ബൈഹഖി, ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു വേണ്ടി അന്നഹു തആല ഖാല ലൈലത്തുൽ ഇസ്രാഇ, ഇസ്രായിന്റെ രാത്രിയിൽ അല്ലാഹു തആല നബിയോട് പറയുകയുണ്ട്, യാ മുഹമ്മദ്, മുഹമ്മദെ സൽ തുഅത, നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾക്ക് നൽകപ്പെടുന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്നക തഖൽത ഇബ്രാഹിം ഖലീല ഫകല്ലംത മൂസ തക്ലീമ, റബ്ബേ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തു, മൂസ നബി അലൈഹി സ്വലാമിനോട് സംസാരിക്കുകയും ചെയ്തല്ലോ. ഇതാണ് നബി ചോദിച്ചത്. അപ്പൊ അതിന്റെ മറുപടിയായിട്ട് ഖാല അല്ലാഹു തആല തിരിച്ച് മഹാനായ നബിയോട് പറഞ്ഞു, അലം ആതിക ഖൈറൻ മിൻ ഹാദ, ഇതിനേക്കാളും ശ്രേഷ്ഠമായതും ഗുണമായതും അങ്ങേക്ക് ഞാൻ തന്നിട്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് അവസാനം അതിന്റെ അവസാനം എടുത്ത് വത്തഖതുക ഹബീബ ഔ ബീബ അല്ലെങ്കിൽ ഔഫ ഔ മാ ബിമാനൗ, നിങ്ങളെ ഞാൻ ഹബീബാക്കി നബിയെ എന്ന് അല്ലാഹു തആല ആശ്രയം പറഞ്ഞിട്ടുള്ള വാക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ എന്തൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാകണം എന്താണ്? ഹബീബിനാണ് സ്ഥാനം എന്ന് കിട്ടിയില്ലേ, അപ്പൊ മഹബ്ബത്തിനാണ് സ്ഥാനം ഈ ഹദീസ് കൊണ്ട്. മാത്രമല്ല വേറൊരു യുക്തി ആലോചിച്ചാൽ നമുക്ക് ദലീലായിട്ട് മഹബ്ബത്തിനാണ് സ്ഥാനം എന്ന് പറയാം. എന്ത്? ഒരു അന്നൽ ഹബീബ യസിനു ബിലാ വാസിത്തത്തിൽ, ഹബീബാകുമ്പോൾ തന്റെ മെഹബൂബിലേക്ക് എത്താൻ ഒരു മാധ്യവും വേണ്ട. അങ്ങനെയാണല്ലോ, ഉയർന്ന ആളുകളുമായി സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അയാളുമായി കണ്ടുമുട്ടാൻ എന്ത് വേണ്ട? ഒരു മാധ്യവും വേണ്ടല്ലോ. ബിഖിലാഫിൽ ഖലീൽ, കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടുകാരാകുമ്പോൾ മാധ്യവും വേണ്ടി വരും. ആ രണ്ട് തെളിവും വെച്ച് നോക്കുമ്പോൾ മഹബ്ബത്തിനാണ് സ്ഥാനം. നമുക്കിത് ഖുർആനിലൂടെ പരിചയം കിട്ടും. അത് ഖാല തആല, അല്ലാഹ് പറയുന്നു, ഈ ദിക്രി നബിയിന അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ച കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൗസൈനി ഖാബ ഖൗസൈനിയായി അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തു എന്നാണ്. അവിടെ ഹബീബും മഹബൂബും തമ്മിലുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. അത് നബിനെ കുറിച്ചാണ്, അവിടെ വാസിത്തയില്ല. ഫബി ഇബ്രാഹിമ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ അല്ലാഹു തആല പറഞ്ഞെന്താ? വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർളീന, അപ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നമ്മൾ ആകാശ ലോകത്തിലും ഭൂമി ലോകത്തിലുമുള്ള അധികാരങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ വാസിത്തുണ്ട്, നേരിട്ട് അള്ളാഹുവിലേക്കുള്ള അടുപ്പം വന്നിട്ടില്ല അവിടെ. അതുകൊണ്ടാണ് മഹബ്ബത്തിനാണ് അർഫ എന്ന് പറയാൻ കാരണം. പിന്നെ ഖലീൽ, ഖലീൽ എന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞ എന്താ? ഖാല, അല്ലാഹ് പറഞ്ഞത്, ഫലാ തുഹ്സിനി
അള്ളാഹുവേ നീ എന്നെ വഷളയാക്കല്ലേ എന്ന് പറഞ്ഞു. വഫിൽ മിഹിനത്തി, പരീക്ഷണത്തിൽ പറഞ്ഞത് എന്താണ്? കാല ഹസ്ബി, എനിക്ക് അള്ള മതി എന്ന് പറഞ്ഞു. കേട്ടോ, പരീക്ഷണ ഘട്ടത്തിൽ എനിക്ക് അള്ള മതി, ഖലീലാണ് അടുത്തു അലാ തുഹ്സിനി എന്നും പറഞ്ഞു. വൽ ഹബീബ്, ഹബീബ് ഖീലഹു, ഹബീബിന് പറയപ്പെട്ടെന്താ? യൗമലാ യുഹ്സില്ലാഹു നബിയ്യ, അള്ളാഹു നബി എന്താക്കൂല, വഷത്തരത്തിലാക്കൂല, അങ്ങനത്തെ ഒരു ദിനം. യാ അയ്യുഹൻ നബി ഹസ്ബുക്കല്ലാ, നബിയെ നിങ്ങൾക്ക് അള്ള മതി. അപ്പൊ ഹബീബിന്റെ ഉപയോഗത്തിലും ഖലീലിന്റെ ഉപയോഗത്തിലും അതുപോലെ നബിയെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും പ്രശംസ കൂട്ടത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഹബീബിനാണല്ലോ കൂടുതൽ സ്ഥാനം എന്ന് മനസ്സിലായല്ലോ. ഫഖാല ഖൗമൻ, ഈ രണ്ടാമത്തെ ഒരു അഭിപ്രായം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഖുല്ലത്തു അർഫഉ, മഹബ്ബത്തിനേക്കാൾ സ്ഥാനം ഉയർന്നത് ഖുല്ലത്താണ്. വറജഹു ആമത്തും മുതഅഖിറൂന ജമാഅത്തും മുതഅഖിറൂന കൽ ബദർ സർക്കസി വഗൈരിഹി, ബദർ സർക്കസി അല്ലാത്ത ഇമാമിമാരെ പോലെയുള്ള പിൻകാലക്കാരായ ഒരു സംഘം പണ്ഡിതന്മാർ ഈ പറയുന്ന ഖൗമ് പറഞ്ഞതിനെയാണ് റാജിയാക്കിയിട്ടുള്ളത്. എന്താ കാരണം? അന്നൽ ഖുല്ലത്ത അഖസ്സു മിനൽ മഹബ്ബത്തി, മഹബ്ബത്തിനേക്കാൾ അഖസ്സായി നിൽക്കുന്ന ഒന്നാണ് ഖുല്ലത്ത്. മഹബ്ബത്ത് ആമാണ്, അപ്പൊ മഹബ്ബത്ത് ഖാസ അല്ല, ഖാസിനേക്കാൾ അഖസ്സായി ഇവര് ഖുല്ലത്താണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് ഹിയ, നിശ്ചയമായിട്ടും ഈ ഖുല്ലത്തി എന്നുള്ളത് തൂജദു ബിഹ, അല്ലെങ്കിൽ മഹബ്ബത്ത് തൂജദു ബിഹ, അത് ഖുല്ലത്ത് കൊണ്ടല്ലേ മഹബ്ബത്തിനെ കിട്ടുക എന്നായി വരും. അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോ കാരണം ഇത് ഹിയ ഖുല്ലത്തി എന്നുള്ളത് തൂജദു ബിഹ, അത് ആ മഹബ്ബത്ത് കാരണം കൊണ്ടാണ് ഖുല്ലത്ത് ഉണ്ടാവുക. ഫഹിയഹായത്തുക, അങ്ങനെ വരുമ്പോൾ ഈ ഖുല്ലത്ത് ആ മഹബ്ബത്തിന്റെ അറ്റമായി വരും. അപ്പൊ ഖുല്ലത്തല്ലേ അഖസ്സാവുക, അതുകൊണ്ടാണ്. ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അഖ്ബറ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരം പറഞ്ഞു, ബി അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഇത്തഖദു ഖലീലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ അല്ലാഹ് ഖലീലാക്കി തെരഞ്ഞെടുത്തു എന്ന് നബി പറഞ്ഞല്ലോ. ആ എന്തുകൊണ്ടാണ്? മഹബ്ബത്ത് കാരണമായ ഖുല്ലത്ത് അതിന്റെ ലാസ്റ്റിലെത്തിക്ക്. മഹബ്ബത്ത് ലാസ്റ്റിലെത്തിയപ്പോൾ ഖലീലായി അള്ളാഹ് നബി അല്ല നമ്മുടെ നബിയെ തെരഞ്ഞെടുത്തു എന്ന വിവരം നബി പറഞ്ഞല്ലോ. വനഫ, അള്ളാഹ് നഫി ചെയ്തു ഐ യകൂന ലഹു ഖലീലുൻ വയറു റബ്ബിഹി, അല്ലെങ്കിൽ നബി നഫി ചെയ്തു ഐ യകൂന ലഹു ഖലീലുൻ വയറു റബ്ബിഹി, അള്ളാഹു അല്ലാതെ മറ്റൊരാള് ഖലീലാവുക അള്ളാഹ് നബിക്ക് എന്നുള്ളത് നബി എന്ത് ചെയ്തു? നഫി ചെയ്തിട്ടുമുണ്ട്. എന്നോടുകൂടെ നബിയുടെ സ്വഹാബാക്കളിൽ ഒരു സംഘത്തോട് അള്ളാഹുവിന് മഹബ്ബത്തുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ വിവരം നൽകലോടുകൂടി തന്നെ ഖലീലായിട്ട് റബ്ബിനെ തെരഞ്ഞെടുത്തു, വേറെ ഒരാളും തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ദലീൽ വെച്ച് നോക്കുമ്പോഴും മഹബ്ബത്തിനേക്കാൾ അർഫ് ഖുല്ലത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കൂ, വീണ്ടും പറയട്ടെ, فإنه تعالى يحب التوابين والمتطهرين والصابرين والمحسنين والمتقين والمقسطين എന്നല്ലേ പറഞ്ഞത്? അള്ളാഹു തആല തൗബ ചെയ്യുന്നവർ, പാപമുക്തരായ ശുദ്ധന്മാരായി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ശുദ്ധി വരുത്തുന്നവർ, ക്ഷമയുള്ളവർ, നല്ല കാര്യം ചെയ്യുന്നവർ, ഭക്തിയുള്ളവർ, മധ്യവർത്തികളായ ആളുകൾ, നീതിമാന്മാരായ ആളുകൾ, ഇവരൊക്കെ അള്ളാഹു തആല ഇഷ്ടം വെക്കുന്ന ഒരു യുഹിബ്ബ ഉപയോഗിച്ചത്. ഖുല്ലത്തു, അള്ളാഹു തആലാന്റെ ഖുല്ലത്ത് ഖാസത്തും ബിൽ ഖലീലീന, അത് ഖലീലുകളായി വരുന്നവരാരോ അവർക്ക് മാത്രമാണ് ഖുല്ലത്ത്, അല്ലാത്തവരൊക്കെ മഹബ്ബത്താണ്. ഇങ്ങനെ വെക്കുമ്പോ ഖുല്ലത്ത് അഖസ്സും മഹബ്ബത്ത് ആമുമല്ലേ? അപ്പൊ ഖുല്ലത്തിനല്ലേ സ്ഥാനം എന്ന് പറയാം. എങ്കിൽ ഇവിടെ നമുക്ക് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഉദ്ധരണി കൊണ്ടുവരാം. അത് മഹാനവർ കൊണ്ടുവരികയാണ്. ഖാല ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഅന്നു അന്നൽ മഹബ്ബത അർഫഉ വഅന്ന ഇബ്രാഹീമ ഖലീലുൻ വമുഹമ്മദുൻ ഹബീബുൻ വലത്തും വജഹലുൻ നവ. മഹബ്ബത്ത് ഏറ്റവും ഉയർന്ന പദവിയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലും മുഹമ്മദ് നബി ഹബീബും എന്നുള്ള ആ ഒരു വിചാരണ, ആ ഒരു വിചാരം ശരിയല്ല. വലത്തും വജഹലുൻ, അത് പിഴവുമാണ്, വിഡ്ഢിത്വമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായം. അവരെന്തായിരിക്കും അങ്ങനെ മഹബ്ബത്ത് അർഫവും ഖലീൽ മുഹമ്മദ് നബി അല്ല ഇബ്രാഹിം നബി മുഹമ്മദ് ഹബീബ് നബി എന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് മാറ്റണം.
എന്നാൽ വറദ്ദു പണ്ഡിതന്മാർ റദ്ദ് ചെയ്യുന്നു മഹ്തജ്ജ ബിഹി അൽ അവ്വലൂന മിമ്മാ മറ, കഴിഞ്ഞു പോകുന്ന ഒന്നിൽ നിന്ന് ആദ്യത്തെ കക്ഷിക്കാർ തെളിവുടിച്ച് വരുന്ന ഒന്നുണ്ട്. ആ തെളിവുടിച്ചായി വരുന്ന ഒന്നിനെ റദ്ദ് ചെയ്തു. എന്തുകൊണ്ട്? ബിഅന്നഹു ഇന്നമാ യഖ്തദി തഫ്ദീല ദാത്തി മുഹമ്മദിൻ അലാ ദാത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദാത്തിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിനെ ശ്രേഷ്ഠമാക്കുക എന്നുള്ളത് തേടുന്നുണ്ടല്ലോ. മാ ഖത്ഇൻ നദരി അൻ വസ്ഫിൽ മുഹബ്ബത്തി വൽ ഖുല്ല, അവിടെ മഹബത്തുന്നോ ഖുല്ലത്തുന്നോ വസ്ഫൊന്നും വേണ്ട, അതൊന്നും നോക്കണില്ല. അതില്ലാതെ തന്നെ ഇബ്രാഹിം നബിന്റെ ദാത്തിനേക്കാൾ സ്ഥാനം നമ്മുടെ നബിയുടെ ദാത്തിനല്ലേ, അത് തേടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഖയ്യിമിന്റെ വാക്കിനെ റദ്ദ് ചെയ്യുന്നത്. ഫഹാദാ ലാ നിസാഅ ഫീഹി, ഈ വിഷയത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നമൻ നിസാഉ, തർക്കമുള്ളത് ഫിൽ അഫ്ളലിയത്തി അൽ മുസ്തനദത്തി ഇലാ ഹദിൽ വസ്ഫൈനി ഹബീബ് ഖുല്ലത്ത് മഹബ്ബത്ത് ഖുല്ലത്ത്, ഈ രണ്ട് വിശേഷണങ്ങൾ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ ചേർക്കപ്പെടുന്ന അഫ്ളലിയത്ത് ഏതാണ്, അതിലാണ് തർക്കമുള്ളത് എന്നേ ഉള്ളൂ. വല്ലദീ ഖാമത്ത് അലൈഹിൽ അദില്ലത്തു, ലക്ഷ്യങ്ങൾ നിന്ന് വരുന്ന ഒന്ന്, ഇസ്തനാദുഹാ ഇലാ വസ്ഫിൽ ഖുല്ലത്തി അൽ മൗജൂദത്തി ഫീ കുല്ലി മിനൽ ഖലീലൈനി, അല്ലെങ്കിൽ രണ്ട് ഖലീലുമാരിൽ നിന്ന് ഉള്ളതിൽ എത്തിക്കപ്പെട്ട ഖുല്ലത്തിന്റെ വസ്തു ഏതാണോ ആ വസ്തുവിലേക്കാണ് ആ ദലീലുകളൊക്കെ ചേർത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ അതാണ് മനസ്സിലാവുക. അപ്പൊ ഖുല്ലത്തു കുല്ലി മിൻകുമാ അഫ്ളലു ബി മഹബ്ബത്തി, അപ്പൊ രണ്ടാളിലും കൊല്ലത്തുണ്ട്, അപ്പൊ രണ്ടാളിലെ കൊല്ലത്ത് മഹബത്തിനേക്കാൾ അഫ്ളലാണെന്നാ വരിക. പിന്നെ 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 രണ്ടാളും ഈ കൊല്ലത്ത് കൊണ്ട് രണ്ടാളും പ്രത്യേകമായത് എന്തുകൊണ്ടാ? അതിന് തവഫുരി മഅനാഹി ഫീഹിമാ അക്സറ മിൻ ബഖിയത്തിൽ അംബിയായി അലൈഹി വസ്സലാത്തു വസ്സലാം, മറ്റു അംബിയാക്കൾക്കുള്ളതിനേക്കാൾ അധികം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും നമ്മുടെ നബിയിലും മുൻകടന്ന ആശയപ്രകാരമുള്ള നിബന്ധന ഒത്തുപൂർത്തിയായി. അതുകൊണ്ടാണ് റബ്ബിലേക്കല്ലാതെ ഒരാൾ നോട്ടല്ലാതെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു കൗനി ഹാദ തവഫുരി ഫീ നബിയിന, നമ്മുടെ നബിയിൽ ഈ പറഞ്ഞ പരിപൂർണത അക്സറു മിൻഹു ഫീ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തവഫുറുണ്ട്, അതിനേക്കാൾ അധികമാണ്. അങ്ങനെ വരുമ്പോ കാലത്ത് ഖുല്ലത്തു അർഫ ബി ഖുല്ലത്തി ഇബ്രാഹിം അലൈഹി വസലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖുല്ലത്തിനേക്കാൾ അർഫ നബി തങ്ങളുടെ ഖുല്ലത്തിനാണ് എന്നുള്ളത് ആകെ കൂട്ടി പറഞ്ഞപ്പോ അതാ കിട്ടുക. അപ്പൊ ഖുല്ലത്താണ് മഹബത്താണ് തർക്കമുണ്ട്, മഹബത്താണ് ഖുല്ലത്തിനേക്കാൾ സ്ഥാനം അർഫ എന്ന് പറഞ്ഞു, അതിന് തെളിവ് പറഞ്ഞു. വേറെ കക്ഷിക്കാരെ പറഞ്ഞത് ഖുല്ലത്തിനാണ്, ഖുല്ലത്ത് അഹസ്സാണ്, മഹബത്ത് അഹമ്മാണ് പറഞ്ഞു. രണ്ടാളിന് ഖുല്ലത്തുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനേക്കാളും ഖുല്ലത്ത് കൂടുതൽ നബിയിലാണ്. കാരണം എല്ലാരെക്കാളും ശ്രേഷ്ഠത നബിക്കാണല്ലോ, അപ്പൊ അത് പറയണല്ലോ. അപ്പൊ ആ നിലക്കുള്ള സന്ദേശം. ഇനി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് എന്താ അറിയോ? അഫ്ളലുൽ മഖ്ലൂഖീനാണ്, സൃഷ്ടികളിൽ ഉന്നതരായവർ, കുല്ലിഹിം എല്ലാ സൃഷ്ടികളെക്കായും മികവ് നബി തന്നെയാണ്. അതെന്താ തെളിവ്? ഷഹാദത്തി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ വാക്ക് തന്നെയാണ് തെളിവ്. അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ജനങ്ങൾക്കുള്ള നേതാവ് ഞാൻ തന്നെയാണ് നബി പറഞ്ഞു. അപ്പൊ നബി അല്ലേ സ്ഥാനമുള്ള ആള്. ഈ ഹദീസ് റവാഹുൽ ബുഖാരിയോ ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഖൗലി അന സയ്യിദുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകരുടെ നേതാവാണ് ഞാൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിക്ക് തന്നെ സ്ഥാനം. ഈ ഹദീസ് റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സയ്യിദുൽ ആലമീനോ എല്ലോടത്തും ആലമൂന, ആലമൂന എന്നുള്ളത് ആലമൂൻ എന്ന് പറയുമ്പോൾ അത് ഉഖലാനെ കൊണ്ട് മാത്രം പ്രത്യേകമായത് ആണ് എങ്കിലും അലാമറ മാമറ അനുസരിച്ച് ഉഖലാനെ കൊണ്ട് പ്രത്യേകമായതാണ്. കാരണം വാവും നൂനൊക്കെ ആഖിലിൽ ഉപയോഗിക്കുക, അങ്ങനെ ജമ്മാക്കിയത് ജമ്മു ക്രിസാലിം ആലമൂന ആണെങ്കിലും ഈ ആലമൂന എന്നുള്ളത് നോക്കുമ്പോൾ പോകും അവര് അഫ്ളലു അൻവാഇൽ മഖ്ലൂഖാത്തി, സൃഷ്ടി ജാലങ്ങൾ എത്രയോ ഇനങ്ങളെ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ആ ഇനങ്ങൾ അഫ്ളലായ ഇനമാണല്ലോ ആലമൂന. അങ്ങനെ വരുമ്പോൾ ഫൈദാ ഫുദ്ദില ഹാദന്നോ, അപ്പൊ പിന്നെ ഈ ആലമൂന എന്ന് പറയുന്ന ഈ ഇനം തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഫുദ്ദില സായിറൽ അൻവാഇൽ അല്ല, ഫൈദാ ഫുദ്ദില നബിയെ ശ്രേഷ്ഠമാക്കപ്പെട്ടാൽ ഹാദന്നോ, ഈ ആലം എന്ന് പറയുന്നതിനെ
എന്തായെന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമാക്കപ്പെടുകയാണെങ്കിൽ ഫഖദ് ഫുദ്ദില സായിറൽ അൻവാഇ ലറൂറത്തി, ലറൂറത്ത് പ്രകാരം തന്നെ മറ്റു പല ഇനങ്ങൾക്കും നബിയെ ശ്രേഷ്ഠമാക്കപ്പെട്ടില്ലേ. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ആലമീന സയ്യിദാണെന്ന് പറയുമ്പോൾ നബി എല്ലാവരെക്കായും മികവിൽ അത് കിട്ടും. കാരണം അൻവാഉൽ മഖ്ലൂഖാത്തിൽ ലഫ്ദലാണ് ആലം. ആ ആലമിനേക്കാളും ശ്രേഷ്ഠത നബിക്കുണ്ടെന്ന് പറയുമ്പോൾ മറ്റു ഇനങ്ങളെക്കാൾ എന്തായാലും നബിക്ക് ശ്രേഷ്ഠത കിട്ടുമല്ലോ. പിന്നെ ഖൗലുഹു, നബി തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വുൽദി ആദമ വലാ ഫഖറ വബിയദിഹി ലിവാഉൽ ഹംദി വലാ ഫഖറ വഖൗലിഹി എന്നാണ്. ഇത് നബിന്റെ വാക്കാണ്. ഞാൻ ആദം സന്തതികൾക്ക് നേതാവാണ്, അന്തസ്സും പവറും പറയുകയല്ല. എന്റെ കയ്യിലാണ് ലിവാഹുൽ ഹംദ് അല്ല തരുന്നത്, അതും അന്തസ്സും പവറും പറയുമെന്നും അല്ല എന്ന് നബി പറയുമ്പോൾ അവിടെയൊക്കെ മനസ്സിലാകുന്നത് എന്താ? നബിക്കല്ലേ സ്ഥാനം. ഫമാമിൻ നബിയിൻ ആദമ ഫമൻ സിവാഹു ഇല്ലാ തഹത ലിവായി. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും എന്റെ കൊടിക്ക് താഴെയല്ലാതെ ഇല്ല. ഇത് ഹദീസാണല്ലോ, റവാഹു തുർമുദി. ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാവരെക്കാളും ശ്രേഷ്ഠർ നബിയാണെന്ന് കിട്ടുമല്ലോ. അപ്പൊ ആഖിരി ഹാദ, ഇതിന്റെ ലാസ്റ്റ് മുതൽ വസരീഖിൽ അവ്വലീന, ആദ്യത്തെ ആളുകൾ ശരിയാക്കി പറഞ്ഞതിലും ഇതിന്റെ ലാസ്റ്റിൽ നിന്നും ഉലിമത്ത് അഫ്ദലിയത്തു അല ആദമ, മുത്തുനബി തങ്ങൾ ആദം നബിയേക്കാളും ശ്രേഷ്ഠവാനാണെന്ന് അറിയപ്പെട്ടല്ലോ. അപ്പൊ കൗലു, അങ്ങനെ വരുമ്പോൾ മഹാനാനബിയുടെ വചനം അന സയ്യിദ് വുൽദി ആദമ എന്ന് പറഞ്ഞു, ആദം സന്തതികൾക്ക് നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞതോ, അത് ഇമ്മാനി തഅദ്ദുബി മഅ ആദമ, ആദം നബി അലൈഹി സ്വലാം പിതാവല്ലേ. അപ്പൊ പിതാവിനോട് കൂടെ ഒരു മര്യാദക്ക് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, മകനല്ലേ. അപ്പൊ വാപ്പായനോടൊരു മര്യാദ കാണിക്കണ്ട, ആ നിലക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ നബിനേക്കാൾ ആദം നബിക്ക് സ്ഥാനമുണ്ട് എന്ന് വെക്കാനില്ല. അല്ലെങ്കിൽ ലൗലി അന്നോ ഇലിമ ഫദ്ലു ബഅദി നബിഹി അലൈഹി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെയുള്ള ചില പ്രവാചകന്മാർക്കുള്ള ശ്രേഷ്ഠത കൊണ്ട് അറിയപ്പെടുകയുണ്ടായി. അങ്ങനെ അറിയപ്പെട്ടപ്പോൾ ആ നിലക്കായിരിക്കാം അന സയ്യിദ് വുൽദി ആദം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാ ഫുദ്ദില നബിയുന അൽ അഫ്ദല മിൻ ആദമ, ആദമിനേക്കാൾ ശ്രേഷ്ഠമുള്ളവരാരോ ആ ശ്രേഷ്ഠമുള്ളവർക്ക് നമ്മുടെ നബിയെ ശ്രേഷ്ഠമാക്കപ്പെടുകയാണ് എങ്കിൽ ഫഖദ് ഫുദ്ദില ആദമ ബിൽ ഔല, ബിൽ ഔല കൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാമിനേക്കാളും സ്ഥാനം നബിക്കുണ്ടെന്ന് വരും. പിന്നെ പറയാനുള്ളത് വലാ യുനാഫി തഫ്ളീല ബൈനൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം ഖൗലുഹു തആല, അംബിയാക്കൾക്ക് ഇടയിൽ ശ്രേഷ്ഠതയാക്കുന്നിടത്ത് അല്ല പറഞ്ഞ വാക്ക് എതിരാകുമോ? ഇല്ല. ഇത് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, പ്രവാചകരിൽ ഒരാൾക്കിടയിലും നമ്മൾ വ്യത്യാസപ്പെടുത്തുക. അങ്ങനെ വരുമ്പോ നബിക്കാണ് എല്ലാത്തിനേക്കാളും സ്ഥാനം എന്ന് പറയുമ്പോൾ അതിനോട് എതിരാകൂല. വലാ യുനാവിൽ അഹാദീസ സ്വഹീഹത ഈ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തുഫദ്ദിലൂനി, നിങ്ങൾ എന്നെ ശ്രേഷ്ഠമാക്കണ്ട എന്ന നബി തങ്ങളുടെ വാക്കിൽ നിന്ന് സഹിയായ ഹദീസ് വന്നു. ആ സഹിയായിരിക്കുന്ന ഹദീസുകളും ഈ പറയുന്ന തഫ്ളീലിന് എതിരാകുമോ? ഇല്ല. വഫീ റിവായത്തിൻ, ഒരു റിപ്പോർട്ടിലുണ്ട് ലാ തുഖയ്യിറൂനി അലൽ അംബിയാ, അംബിയാക്കളെക്കാൾ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണ്ട. വഫീ ഉഖറ, വേറൊരു റിപ്പോർട്ടിൽ പറയുന്നു ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, അംബിയാക്കൾക്കിടയിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണ്ട എന്നും കാണാം. ഇങ്ങനെയുള്ള ഹദീസുകളൊന്നും അംബിയാക്കൾക്ക് ഇടയിൽ നബിക്കാണ് ശ്രേഷ്ഠമാക്കൽ എന്നതിന് എതിര് വരൂല. വലാ യുനാബി തഫ്ളീലൻ നബിയ്യിന അലൈഹിം, നബി തങ്ങളെ മറ്റുള്ളവരെക്കാൾ എന്താ ശ്രേഷ്ഠമാക്കുക എന്നതിനോടെതിരല്ല. ഖൗലു ബിൽ ഹദീസിൽ മുത്തഫഖി അലൈഹി, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ വാക്ക് മൻ ഖാല അന ഖൈറും ബി യൂനിസ് ബിൻ മത്താ ഫഖദ് കദബ എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂനിസ് ബിൻ മത്തയേക്കാൾ ഉന്നതനാണ് ഞാനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ ഈ വാക്കും നബിയെ ശ്രേഷ്ഠമാക്കുക എല്ലാവരെക്കാളും എന്നതിനോട് എതിരല്ല. അതായിരിക്ക അങ്ങനെ പറഞ്ഞത് അന്ന അദ്മ തഫറുഖതി ബൈനഹും, അവർക്ക് ഇടയിൽ വിട്ടുപിരിക്കലില്ല എന്ന് പറഞ്ഞത് ഇന്നമാ ഹുവ ബിൽ ഈമാനി ബിഹിം, അവരെ കൊണ്ട് വിശ്വസിക്കുന്നതിലും ബിമാ ജാഊ ബിഹി, അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിലും എന്താണ് ഈമാന്റെ കാര്യത്തിൽ മാറ്റമില്ല എന്നാണ്, വിശ്വാസത്തിലൊക്കെ വന്നു തന്നെയാണ്. പിന്നെ അമ്മൻ നഹിയും,
വിട്ടുപിരിക്കരുത്, തെരഞ്ഞെടുക്കരുത്, ശ്രേഷ്ഠമാക്കരുത് എന്ന് പറഞ്ഞ നഹി. റിസാലത്ത്, നുബുവത്തി എന്നീ പട്ടത്തിന്റെ ആ ദാത്തിൽ ശ്രേഷ്ഠമാക്കരുത് എന്നായിരിക്കാം. അതെല്ലാവരും കണക്കാം. ഈ നുഹുംവീക സ്വഭാവം റിസാലത്താവട്ടെ നുബുവത്താവട്ടെ അതിലെല്ലാവരും സമന്മാരാണ്. ആ നിലക്ക് നഹിയാവാം. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചുരുക്കം, ചില പ്രവാചകന്മാരെ ചുരുക്കത്തിലേക്ക് കൂട്ടും. ആ വിധത്തിലുള്ള തഫ്മീൽ നിങ്ങൾ എന്താ ചെയ്യരുത്, അങ്ങനെ നഹിയാവാം. അല്ലെങ്കിൽ വല തവാളിമിൻഹു, അല്ലെങ്കിൽ നബിയുടെ ഭാഗത്തൊരു വിനയം, ആ നിലക്കും ആവാം. ബിഖൗലി ലാ തുഫദ്ദിലൂനി അലൽ അംബിയ എന്ന വാക്കുകൊണ്ട് നബി തങ്ങൾ അവിടെ വിനയം കാണിക്കുകയാണ്. ഈ നിലക്കായിരിക്കാം. അല്ലെങ്കിൽ അവരെക്കാൾ നബിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ട് നബി അറിഞ്ഞിട്ടില്ല, അറിയുന്നതിന് മുമ്പാണ് ഈ വാക്ക് പറഞ്ഞു. ഇങ്ങനെ പല തോന്നി അവിടെ കൊടുക്കാം. അബൂ ഹുറൈറ, അവരുടെ ഈ ഹദീസിന്റെ റിപ്പോർട്ടർ അബൂ ഹുറൈറ തങ്ങളാണല്ലോ. ഒമാ അസ്ലമ, മഹാനവറുകൾ മുസ്ലിമായിട്ടില്ലല്ലോ. ഇല്ലാ സനത്തെ സബഇൻ, 7 വർഷം കഴിഞ്ഞിട്ടല്ലാതെ മുസ്ലിമായിട്ടില്ല. അങ്ങനെ വന്നുകൊണ്ട് ഈ പറഞ്ഞ സംഗതി പിന്നെ കുറച്ച് ബഈദായി തേടുന്നുണ്ടെങ്കിലും അപ്പൊ പിന്നെ ഇങ്ങനെ 7 കൊല്ലം കഴിഞ്ഞ് മുസ്ലിമായതിനു ശേഷമല്ലാതെ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായി വിദൂരത്തായിട്ട് വരും. അങ്ങനെ വരാനോ, ഇങ്ങനെ പല അഭിപ്രായം അവിടെയുണ്ട്. ആവട്ടെ, ഇനി ഇതിനെക്കുറിച്ച് മറുപടികൾ പറയേണ്ടതുണ്ട്. നഹി അങ്ങനെ പറഞ്ഞു. ഇനി ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ജവാബ് ഏത് നിലക്കാൻ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്.